ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രായമായവരിലെ ഇടുപ്പെല്ലിൻ്റെ പൊട്ടലിനെ കുറിച്ചിട്ടാണ്. സാധാരണയായി കാഷ്വാലിറ്റികളിൽ എന്നും സ്ഥിരമായി ചോദിക്കുന്ന സംശയമാണ് പ്രായമായവരിലെ ഇടുപ്പെല്ലിലെ പൊട്ടലുകൾക്ക് സർജറി വേണമോ വേണ്ടയോ എന്നുള്ളത്. പ്രായമായവരിലെ പൊട്ടലുകൾക്ക് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഇവരുടെ മുന്നത്തെ ഫങ്ഷണൽ സ്റ്റാറ്റസാണ്. അതായത് ഇവർ പൂർണ്ണമായി ഇൻഡിപെൻഡൻ്റായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ അല്ലേ എന്നുള്ളതാണ്. ഫുൾ കിടപ്പിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കെപ്പോഴും ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അത് പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റായി ചെയ്യുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും സർജറി എപ്പോഴും ഒരു ഓപ്ഷനായിട്ട് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തിരിച്ച് അവർ നോർമൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവർക്ക് സാധാരണയായി കിടപ്പ് രോഗികൾക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സോർ, സോഡിയം കുറയൽ അങ്ങനത്തെ മെഡിക്കൽ പ്രോബ്ലംസിൽ നിന്ന് തടയാൻ സഹായിക്കുന്നതായിരിക്കും. പ്രായമായവരിലെ പൊട്ടലുകൾക്ക് ഒരു മെഡിക്കൽ ടീമിൻ്റെയും അനസ്തീഷ്യ ടീമിൻ്റെയും നല്ലൊരു ബാക്കപ്പോട് കൂടിയിട്ട് മാത്രമാണ് ഈ സർജറികളിലൊക്കെ മുന്നോട്ട് നമ്മൾ പോകാൻ ചെയ്യാറുള്ളത്. സർജറിയിലെ സക്സസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് ആക്കുന്നതുമാണ്.